ജീവിതത്തിൽ മറക്കാത്ത ഒരു സംഗതി, അത്ഭുതം ഉണ്ടായൊരു സാധനം വെച്ചാൽ അവളുടെ മുഖത്ത് ഒരു വികാരം ഉണ്ടായില്ല. അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ബ്ലഡ് ഡ്രോ ചെയ്തു ബോട്ടിലൊക്കെ നിറക്കുന്നതിനിടയിൽ ഞാൻ അവളോട് ചോദിച്ചു, അനിത നിനക്ക് വേദനിച്ചില്ലേ എന്ന് ചോദിച്ചു. ബോട്ടിൽ ആ കുട്ടി തിരിച്ചു പറഞ്ഞു, ഇതെന്ത് വേദന സാർ, എത്ര വേദന ഞാൻ സഹിച്ചു. ജീവകാരുണ്യ വഴിയിൽ നിരവധി പേർ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംഘടനയാണ് വടകര കേന്ദ്രീകരിച്ചുള്ള തണൽ. ഒരുപക്ഷെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു വാക്കാണ് ഇന്ന് തണൽ. തണൽ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. നമ്മുടെ കേരളം വിട്ട് അത് മറു സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. തണലിൻ്റെ ഒരു അവസാന വാക്ക് അല്ലെങ്കിൽ തണലിൻ്റെ മുഖമാണ് ഡോക്ടർ ഇത്രീസ് സാറാണ് മാധ്യമം ഓൺലൈനുമായി സംസാരിക്കുന്നത്. നമസ്കാരം സാർ, സ്വാഗതം. നമസ്കാരം. എങ്ങനെയാണ് ഈ വഴിയിലേക്ക് എത്തിയത്? ഒരു കാര്യം എനിക്ക് ആദ്യമേ അറിയാം. അങ്ങ് MBBS പഠിക്കുന്ന കാലത്ത് ഉണ്ടായൊരു അനുഭവത്തിൽ നിന്നാണ് അങ്ങ് പാലിയേറ്റീവ് രംഗത്തേക്ക് തിരിഞ്ഞതെന്ന്. അതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. കറക്റ്റാണ്. ഞാൻ 2002 MBBS കഴിയുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ചെറുപ്പം പോലെ എൻ്റെയും ചെറുപ്പം വലിയ പ്രാരാബ്ധവും ബുദ്ധിമുട്ടും പട്ടിണിയും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പഴയ കാലം ഉണ്ടല്ലോ. ആ കാലം പോലെ തന്നെയായിരുന്നു. എനിക്ക് 96 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടുന്നു, ജോയിൻ ചെയ്യുന്നു. അത് ഔസൈൻസി 2001-2002 ഔസൈൻസി പീരീഡ്. സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു സംഗതി ഉണ്ടാവില്ല, മനുഷ്യനോടൊരു കമ്പാഷനേറ്റ് ആവുക എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ മനസ്സിലുണ്ടായിരിക്കെ മറ്റു പലരുടെയും ഔദാര്യം കൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു ആൾ എന്നുള്ള അർത്ഥത്തിലാണ് സ്വാഭാവികമായിട്ട് ജീവിതത്തിനൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അത് അത്തരം സംഗതികൾ മനസ്സിലുണ്ട്, ചെറിയ പ്രായം. അപ്പോൾ അന്ന് ഔസൈൻസി പീരീഡിൽ ഉണ്ടായിരുന്നൊരു അനുഭവം, ഒരു രക്ഷയില്ലാത്ത, ജീവിതത്തിൽ ആലോചിക്കുന്ന സമയത്ത് ഇപ്പോഴും ഒരു പ്രയാസത്തോടെ മാത്രം ആലോചിച്ചിരുന്ന ഒരു അനുഭവം. അന്ന് ലേബർ റൂമിലാണ്. നമ്മുടെയൊക്കെ ആ കാലത്ത് ഔസൈൻസി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉള്ള ഒരു വിഷയം. ലേബർ റൂമിൽ 12 hours ഡ്യൂട്ടി. രാവിലെ തുടങ്ങിയാൽ വൈകിട്ട് 8 മണി വരെ ആണ് ഉണ്ടാവുക. രാത്രി 8 മണിക്ക് വന്നാൽ കാലത്ത് 8 മണി വരെ. ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു ജോലിയായിരിക്കും അത്. അപ്പോൾ ആ സമയത്ത് അന്നൊരു ദിവസം ഞാൻ എൻ്റെ ഔസൈൻസി പീരീഡിൽ അവിടെ ലേബർ റൂം ഡ്യൂട്ടി എടുക്കുന്നു. അന്ന് ഞാൻ റിസപ്ഷനിലാണ്. വരുന്ന പേഷ്യൻസിനെ റിസീവ് ചെയ്യുക, അത് വേണ്ട അർത്ഥത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രസവിക്കാൻ വരുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ 7:45, എനിക്ക് തീരാൻ വെറും 15 മിനിറ്റ് സമയം. ആ സമയത്ത് ഒരു ചെറിയ ഒരു 24-25 ഇയേഴ്സുള്ള ഒരു സ്ത്രീയും അവരുടെ തൊട്ട് മേലെ പ്രായമുള്ള 2 പേർ എൻ്റെ അടുത്ത് വരുന്നു. ഞാൻ ആ പേപ്പർ വാങ്ങിക്കുന്നു. അവർ നോക്കിയ സമയത്ത് പാലക്കാട് നിന്ന് റെഫർ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഞാൻ ആ പേപ്പർ നോക്കി ആദ്യം തന്നെ ചോദിച്ചു, എന്തേ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പം ആ കൂടെ ഉണ്ടായിരുന്ന ഇവരുടെ ചേച്ചിയാണ്. അപ്പം നമുക്ക് അവളെ അനിത എന്ന് വിളിക്കാം. ജീവിതത്തിൽ മറക്കാത്ത ഒരു സംഗതി. അപ്പം ചേച്ചി കണ്ണുകൊണ്ട് ആ പേപ്പറിൻ്റെ മുകളിലേക്ക് നോക്കി. അപ്പോൾ അപ്പോഴാണ് ഞാനും അവിടെ നോക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് റെട്രോ പോസിറ്റീവ് എന്നൊരു ചുവന്ന മഷിയോട് എഴുതിയിട്ടുണ്ട്. അവൾ HIV AIDS ബാധിതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കണ്ട ഉടനെ തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഒരു മിന്നൽ പിണരാണ്. കാരണം ഒരു HIV അന്നത്തെ ഒരു അലിഖിത നിയമം എന്താ വെച്ചാൽ HIV പോസിറ്റീവായ ഭയത്തിനേക്കാൾ അപ്പുറത്ത് അങ്ങനെ ഒരാൾ ലേബർ റൂമിൽ വന്നാൽ ഏത് ഡോക്ടറാണോ ഏത് ഹൗസ് സർജനാണോ ആദ്യം കാണുന്നത് അയാൾ തന്നെയാണ് മുഴുവൻ പ്രോസസ്സും പൂർത്തിയാക്കേണ്ടത്. വേറൊരാളും അയാളെ സഹായിക്കുക പറഞ്ഞത് അയാളുടെ ഡ്യൂട്ടിയാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം HIV എന്ന് പറയുന്ന ഒരു സംഗതിക്ക് അപ്പുറത്തേക്ക് അയാൾ ആ പണി എടുക്കണമെന്നുള്ളൂ. അപ്പം ഞാൻ ഞെട്ടി. എനിക്ക് 15 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ അന്ന് രാവിലെ മുതലേയുള്ള ഒരു ഹെക്റ്റിക് ഷെഡ്യൂള്. അപ്പോൾ രക്ഷയില്ല, തിരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള ഉറപ്പായി. അപ്പം ഞാൻ അവിടെ വെച്ച് അടുത്ത വരുന്ന ഹൗസ് സർജനെ കിട്ടുമെന്ന് നോക്കി അകത്ത് പോയി PG കണ്ടു. അന്നത്തെ മാഡത്തെ കണ്ടു. അപ്പോൾ മാഡം പറഞ്ഞു, ഒരു രക്ഷയില്ല, നീ തന്നെ എല്ലാ പ്രോസസ്സും പൂർത്തിയാക്കണം, വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചപ്പോഴേക്കും ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. തിരിച്ച് ദേഷ്യത്തോടെ വന്ന് ആ റിസപ്ഷനിൽ അവിടെ ഇരുന്ന് ഈ പാവത്തിന് പെയിൻ തുടങ്ങിയിട്ടില്ല, ഒരു ചെറിയ പെയിൻ, ഓൺ ആൻഡ് ഓഫ് പെയിനൊക്കെയാണ്. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞു. ഞാൻ അഡ്മിറ്റ് ചെയ്ത് വേറെ നിവൃത്തിയില്ലല്ലോ. എൻ്റെ സകലമാന പ്രയാസവും എൻ്റെ മുഖത്ത് കാണിച്ചുകൊണ്ട് ഇവളെ ഞാൻ അകത്ത് അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ പണി പറയുന്നത് ബ്ലഡ് എടുത്തിട്ട് വിടണം, എല്ലാ ടെസ്റ്റുകൾ ചെയ്യണം. ഇതൊക്കെ ഒരു ഹൗസ് സർജൻ്റെ പണിയാണ്, വേറെ ആരും അതിൽ ഇടപെടാൻ ഉണ്ടാവില്ല. ബ്ലഡ് ഡ്രോ ചെയ്യലും ഒക്കെ ഹൗസ് സർജൻ്റെ പണി. അപ്പം ഞാൻ ആ ബോട്ടിലൊക്കെ ഉണ്ടാക്കി പേപ്പറൊക്കെ എഴുതി വെച്ചു. ഇവളുടെ അടുത്ത് പോയി, ഇവളവിടെ കിടക്കുക. എനിക്ക് അന്ന് ഉണ്ടായിരുന്ന ഒരു അനുഭവം പറയണത്, സിറിഞ്ചെടുത്തു, അവളെ ഒക്കെ റെഡിയാക്കി. എനിക്ക് ഇന്ന് ആലോചിക്കുന്ന സമയത്ത് 2-3 മാസ്ക്, ഗൗണ്, ബാക്കിയെല്ലാം എനിക്കറിയാം HIV അങ്ങനെ പകരുന്ന ഒരു സാധനമല്ല. പക്ഷെ എന്നാൽ പോലും അന്നത്തെ ഒരു പ്രായത്തിൽ മനുഷ്യനെ
ആ അർത്ഥത്തിൽ കാണുന്നതിന് പകരം ഞാൻ എന്നെ അതിന് മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി ഞാൻ അവളോട് പറഞ്ഞു, ഇതാ ഞാൻ സൂചി കുത്തണുണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ ആ സൂചി അവളിലേക്ക് ഇറക്കി ബ്ലഡ് ഡ്രോ ചെയ്തു. അത്ഭുതം ഉണ്ടായൊരു സാധനം വെച്ചാൽ അവളുടെ മുഖത്ത് ഒരു വികാരം ഉണ്ടായില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഒരു സൂചിയൊക്കെ കുത്തുന്ന സമയത്ത് ഒന്ന് കൈവലിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നൊരു സാധനം ഒന്ന് കണ്ണ് ചിമ്മാന്നെങ്കിലും നമ്മളൊക്കെ ചെയ്യുന്നൊരു പണിയല്ലേ. ഈ പെണ്ണിന് അതൊന്നും ഉണ്ടായില്ല. അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ബ്ലഡ് ഡ്രോ ചെയ്തു. ആ ബോട്ടിലൊക്കെ നിറക്കുന്നതിനിടയിൽ ഞാൻ അവളോട് ചോദിച്ചു, അനിതേ നിനക്ക് വേദനിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ മനുഷ്യൻ എൻ്റെ നിന്ന് പുറത്തേക്ക് വന്നത്. നിനക്ക് വേദനിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ സ്പോട്ടിൽ ആ കുട്ടി തിരിച്ചു പറഞ്ഞു, ഇതെന്ത് വേദനയാണ് സാർ, എത്ര വേദന ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ലാത്തൊരു വർത്തമാനമാണ് ആ സഹിച്ച. അത് പറഞ്ഞ് അവൾ വീണ്ടും തിരിഞ്ഞ് അങ്ങടേക്ക് മുഖം തിരിച്ചു. ഞാൻ നിർത്തി. ഞാൻ എൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ ഇവൾക്ക് വേദന വരണമല്ലോ. ഇവളെ പ്രസവിപ്പിക്കുന്നത് വരെ എൻ്റെ പണിയാണ്, വേറെ നിവൃത്തിയില്ല. അപ്പം ഞാൻ മെല്ലെ, ചേച്ചിയാണ് കൂടെ ഉണ്ടായിരുന്നത്, ചേച്ചിയെ വിളിച്ചു. ഞാൻ പുറത്തിരുന്നു. ചേച്ചിയുടെ കഥകളൊക്കെ ചേച്ചി കഥ പറയാൻ തുടങ്ങി. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായ അച്ഛനും മക്കളുടെ 2 മക്കൾ, 2 പെൺമക്കൾ, 2ാമത്തെ അവൾ. ഇവളും കോഴ്സൊക്കെ കഴിയുന്നു, MLT എടുക്കുന്നു. അതിനുശേഷം അവളൊരു ലാബിൽ ജോലി ചെയ്യുന്നു. കാലം കഴിയുന്നതിനനുസരിച്ച് അവരുടെ കല്യാണം നടക്കുന്നു. ബോംബെയിൽ ജോലിയുള്ളൊരു ചങ്ങാതി. ഒരു മാസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. ഇവൾ പ്രഗ്നൻ്റ് ആവുന്നു. കുറച്ച് മാസം കഴിഞ്ഞപ്പോഴേക്ക് ഈ ചങ്ങാതി തിരിച്ചു വരുന്നു, എല്ലും തോലുമായിട്ട് തിരിച്ചു വരുന്നു. കുറേ കാലം ഇവർ ആരും കാണാതെ അയാൾ കുറേ ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുന്നു. ഇവൾക്കൊരു 8 മാസം ഗർഭം 8ാം മാസമൊക്കെ ആയപ്പോഴേക്ക് ഈ ചങ്ങാതി ഒരു സുപ്രഭാതത്തിൽ മരിക്കുന്നു. മരിച്ച ആളുകളൊക്കെ കൂടിയ സമയത്ത് ആരോ ഓടി വന്ന് വിളിച്ച് പറഞ്ഞു, അവൻ എയ്ഡ്സുകാരനാണേ എന്ന് ആരോ വിളിച്ച് പറഞ്ഞു. സെക്കൻഡ് വെച്ച് വീട്ടിലുള്ള സകല മനുഷ്യരും പോകുന്നു. ഒരാൾ പോലും ഇല്ലാതെ സകല മനുഷ്യർ ഓടി പോകുന്നു. ഈ അച്ഛനും അമ്മയും ചേച്ചിയും ഇവളും മാത്രമാവുന്നു. ഇവളുടെ തൊട്ടടുത്ത 1-2 കുടുംബക്കാരൊഴിച്ച് ബാക്കി എല്ലാവരും ഓടിപ്പോകുന്നു. സ്വാഭാവികമായിട്ടും ആരും കൊണ്ടുപോകുന്നില്ല. 2002 കാലം, ഇന്നത്തെ കാലമല്ല. അപ്പോൾ അങ്ങനെ വരുന്നു. അവസാനം വീട്ടിലുള്ള ആളുകളൊക്കെ കൂടി സ്വന്തം വീട്ടിൻ്റെ പുറകിൽ കുഴി കുത്തി ഇദ്ദേഹത്തെ മറമാടുന്നു. കാലം മുഴുവൻ അതിനനുസരിച്ചെല്ലാം മാറി മറിഞ്ഞു. ഈ പെണ്ണ് പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയിലായി. ഈ ചേച്ചി പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് അടക്കം പോയി എന്നോട് പറഞ്ഞു, ഒന്നുകിൽ നിനക്ക് എൻ്റെ കൂടെ വരാം, നിനക്കും മക്കൾക്കും എൻ്റെ കൂടെ, അല്ലാതെ അവിടെ നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ വേർപിരിയേണ്ടി വരും, അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ചേച്ചി പറഞ്ഞത്രേ, ഇവൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മളുടെ ഇടയിൽ ഒരു വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായി. ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോഴേക്ക് പിന്നെ 12 മണിയൊക്കെ കഴിഞ്ഞു. അവൾക്ക് ചെറിയ വേദനകളൊക്കെ വരുന്നു. അവളോട് എൻ്റെ കൂടെ ഒരു PG കൂടി കയറി, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒരാളും കൂടി വന്നു. ഈ കഥയൊക്കെ കേട്ടപ്പോൾ അവരും കൂടി ഉണ്ടായി. ആ ആശുപത്രിയുടെ അറ്റ്മോസ്ഫിയർ മുഴുവൻ, ലേബർ റൂമിൻ്റെ അറ്റ്മോസ്ഫിയർ മുഴുവൻ മാറി. ആ ആളുകളൊക്കെ ഇവരുടെ കൂടെ. അപ്പോൾ എനിക്കും എൻ്റെ ഉറക്കൊക്കെ പോയി. ഞാനും കുത്തിയിരുന്നു. അനിതയോട് വർത്തമാനം പറയാൻ തുടങ്ങി. പറയുന്ന കൂട്ടത്തിൽ എവിടെയോ ഇവൾ പറഞ്ഞു വെച്ചു, ഇനി എൻ്റെ ജീവിതം മുഴുവൻ എനിക്ക് ജനിക്കാൻ പോണ എൻ്റെ മോളോട് കൂടെയാണ് എന്ന് പറഞ്ഞു, അവൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ മോളെന്ന് മനസ്സിലായി? ഇല്ല, എന്തത് മോൾ തന്നെയാണെന്ന് പറഞ്ഞു. ഇതൊരു വല്ലാത്തൊരു സാധനമായി. അങ്ങനെ പിറ്റേ ദിവസം, അങ്ങനെ അന്ന് പിന്നെ ഈ പുലർച്ചെ ആകുമ്പോഴേക്ക് ഇവൾ പ്രസവിച്ചു. അവൾ പറഞ്ഞ പോലെ തന്നെ മോളായിരുന്നു. അപ്പോൾ അവളുടെ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് 5 മണിക്ക് ഞാൻ തിരിച്ചു പോയി. കാലത്ത് 8 മണിക്ക് എനിക്ക് വീണ്ടും ജോയിൻ ചെയ്യണം. ഞാൻ റീജോയിൻ ചെയ്തു. രാവിലെ ഉറക്കൊക്കെ അങ്ങനെ അങ്ങോട്ട് നിർത്തി. പിറ്റേന്ന് രാവിലത്തെ ഡ്യൂട്ടിയിലേക്ക് ഞാൻ കയറി. അനിതയുടെ പിന്നാലെയായി. അടുത്ത പ്രശ്നം, ഇവളുടെ ബാക്കി പ്രോസസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് അടുത്ത വിഷയമുള്ളത്. ഇവൾ പറഞ്ഞു, ഒരു നിലക്കും എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ കഴിയില്ല, എനിക്ക് പോകാനാവില്ല. കാരണം ഞാൻ പോയാൽ ചേച്ചിയുടെ ജീവിതം മുടങ്ങും, ചേച്ചിയുടെ ജീവിതം മുടങ്ങിയാൽ എൻ്റെ അച്ഛനമ്മയുടെ ജീവിതം മുടങ്ങും, എനിക്ക് ഇവളെ കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഡ്യൂട്ടി കഴിയുന്നതിനിടയിൽ ഞാൻ അന്ന് എൻ്റെ ഊഹിക്കാമല്ലോ, അന്ന് അന്വേഷിച്ചു കേരളത്തിൽ എവിടെയാണ് കേന്ദ്രം. ഇത്തരത്തിൽ അഗതികളായ, അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ മാറി നിൽക്കേണ്ടി വരുന്ന, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് താമസിപ്പിക്കാനുള്ള കേന്ദ്രം എവിടെ. എനിക്കറിയാവുന്ന അന്നത്തെ ഒരു സംഗതി വെച്ച് കോഴിക്കോട് അന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സംഘടനകളുടെ ഓഫീസിലും ഇവളെ ഡിസ്ചാർജ് ചെയ്യുന്നതിനിടയിൽ ഞാൻ കയറി ഇറങ്ങി. ആരോ പറഞ്ഞു, തൃശ്ശൂർ ഒരു തങ്കച്ചനുണ്ട് പറഞ്ഞു. അങ്ങനെ തങ്കച്ചനെ തേടി ബസ് പോയി. അവിടെ പോയി ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് കറങ്ങി. അപ്പോഴേക്കും ഒരു ദിവസം 2-3 കഴിഞ്ഞ് ഇവളെ ഡിസ്ചാർജ് ചെയ്യേണ്ട സമയമായി. മോളുടെ HIV ടെസ്റ്റ് ചെയ്ത് മോള് നെഗറ്റീവ്. അവൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, ഒരു രക്ഷയില്ലാണ്ട് സന്തോഷിച്ചു. അപ്പോൾ തങ്കച്ചൻ്റെ സ്ഥലമില്ല. വീണ്ടും കണ്ണൂർ ചൊവ്വയിൽ, ഞാൻ കണ്ണൂരായിരുന്നു, അവിടെ എത്തി. അവിടെ 2 സ്ഥാപനമുണ്ട്. അവിടെയും കയറി HIV മാത്രം. അവിടേക്കുള്ള പ്രശ്നം വളരെ നന്നായിട്ട് അവർ മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ. 20 ആൾക്കുള്ള സൗകര്യമാണെങ്കിൽ 40 പേര് അവിടെ ഉണ്ടാവും. ഒരു രക്ഷയിൽ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഒരു സംഗതിയും ഇല്ലാതെ 4-ാം ദിവസം ഇവളോട് പറഞ്ഞു, നീ അടുത്ത റിവ്യൂവിന് വരുമ്പോഴേക്കും ഞാൻ എന്തായാലും ഒരു സ്ഥാപനം കണ്ടുവെക്കും, നീ ഇപ്പം
ഡിസ്ചാർജ് ആയിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ കുഞ്ഞ് നെഗറ്റീവാണല്ലോ, ഇവൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരണം, ഒരു ടെസ്റ്റ് കൂടി ഉണ്ട്. ഞാൻ ഹോസ്റ്റലിലെത്തി. അന്ന് നമുക്കൊക്കെ ഓർമ്മയുണ്ടാകുന്ന ഒരു കാർഡുണ്ടല്ലോ, ഒരു മഞ്ഞ കാർഡ്. ഹോസ്റ്റലിൽ എൻ്റെ പേരിൽ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കാർഡ് വന്നു. ആ കാർഡിലുള്ള ഫ്രം അഡ്രസ്സ് ഇല്ല, അനിത എഴുതിയ ഒരു സംഗതിയാണ്. എൻ്റെ പേരുണ്ട്, ഹൗസ് ഏജൻസി കോട്ടേഴ്സാണ്, കാലിക്കറ്റ് മെഡിക്കൽ, ഇത്ര മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത്. അതിലെഴുതി ഇവിടുന്ന് പോയി. 4-ാം ദിവസം ഇവൾ പോയി. പ്രസവം കഴിഞ്ഞിട്ട് 10-ാം ദിവസം ആയപ്പോഴേക്ക് കുഞ്ഞിനൊരു വയറിളക്കം പിടിപെട്ടു. അടുത്തുള്ള ആശുപത്രിയിൽ കാണിച്ചു. ഒന്നും ഉണ്ടായില്ല, പ്രയാസമൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ ഈ കുഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റില്ല, മോള് മരിച്ചു, ഇത്ര മാത്രമാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാർഡും പിടിച്ച് കുറേ നേരം ഞാൻ അന്തിച്ച് നിന്നു. എനിക്കൊന്ന് അവിടം വരെ പോയി അനിതയുടെ വീട്ടിൽ പോകണം. അനിതൻ്റെ അഡ്രസ്സില്ല. അനിത തിരിച്ചു വരും, അപ്പോഴേക്കും ഞാനൊരു ഓപ്ഷൻ കൊടുക്കും എന്ന് പറഞ്ഞു പോയതാണല്ലോ. ഇനി ഞാനവിടെ പോയിട്ട് എന്തു ചെയ്യും? സ്വാഭാവികമായിട്ടും മോക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച അനിത എന്താവും എന്നുള്ളതിനെക്കുറിച്ചും എനിക്കറിഞ്ഞില്ല. ഇതാണ് ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്ത പ്രധാനപ്പെട്ട ഒരു സംഗതി. ഈ മനുഷ്യരെ കുറിച്ചൊക്കെ ആലോചിക്കണത് അപ്പോഴാണ്. അങ്ങനെ കോഴ്സ് കഴിഞ്ഞ് ജൂണിൽ കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ജൂലൈയിൽ ഞാൻ അവിടെ പാലിയേറ്റീവിൽ, അന്ന് തന്നെയാണ് പാലിയേറ്റീവിൽ പോയി. പാലിയേറ്റീവിൽ 6 ആഴ്ചത്തെ കോഴ്സിന് ജോയിൻ ചെയ്തു. ഒരു ഡോക്ടർ എന്നുള്ളതിൽ മാറി പാലിയേറ്റീവ് എന്നുള്ളത് ഒരു വലിയ ഘടകമായി അപ്പോഴാണ് മാറുന്നത്. കാരണം ജീവിച്ചു വന്ന ചുറ്റുപാട്, പിന്നെ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു സോഷ്യൽ സംഗതികളൊക്കെ ലിമിറ്റഡ് ആണല്ലോ. പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളിലുള്ള കുറേ സംഗതികൾ ഇൻവോൾവ് ആണെങ്കിലും പുറം ലോകമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരനുഭവിക്കുന്ന പ്രയാസങ്ങളെ ആ അർത്ഥത്തിൽ ജീവിച്ച അനുഭവം ഉണ്ടെങ്കിലും പുറത്തുള്ളൊരു സംഗതി ഇല്ലല്ലോ. സാറിൻ്റെ കുടുംബം എങ്ങനെയായിരുന്നു? ഇപ്പോൾ അച്ഛൻ അമ്മ ഇവരൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയായിരിക്കില്ലേ? അങ്ങനെ ആ പ്രതീക്ഷ ഇൻ ദ സെൻസ് ഈ പറയുന്ന സംഗതികളൊക്കെ നമ്മൾ 10 മക്കളാണ്. ഞാൻ അതിൽ 5ാമത്തെ ആളാണ്. എൻ്റെ മുന്നിൽ 4 പേര്, പുറകിൽ 5 പേര്. ജീവിതത്തിൽ വലിയ നല്ല അർത്ഥത്തിലൊക്കെ ജീവിച്ചു പോകുന്നു. ഇടയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. അഭിമാനം കൈവിടാത്ത പാരൻസ്, വാപ്പയും ഉമ്മയൊക്കെ ഒരു നിലക്കും പറഞ്ഞറിയാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനിടയിൽ നമ്മളവർ വളരെ മാന്യമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. എവിടെയും ആരുടെ മുന്നിലും പ്രയാസപ്പെടേണ്ടി വരാത്ത, അപ്പോഴും നല്ല ദൈവവിശ്വാസികളായിരുന്നു. അതിൻ്റെ ഭാഗമായി ചുറ്റുവട്ടത്തുള്ള ആളുകൾ മുഴുവൻ അങ്ങനെ സഹായിച്ചത് കൊണ്ട്, ഈവൻ അതിന് ഞാൻ പലരുടെയും ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറില്ല. പലരുടെ ഡ്രസ്സും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ പോയി ഈവൻ MBBS കിട്ടിയ സമയത്തും മുന്നിൽ വലിയ ഗ്യാപ്പായിരുന്നു. ഭയങ്കര എന്താവുന്ന, അപ്പോഴാണ് ജിദ്ദ എന്നുള്ളൊരു ടീം വരുന്നത്. അവരാണ് എനിക്ക് സ്കോളർഷിപ്പ് തരുന്നത്. ആ സ്കോളർഷിപ്പ് കൊണ്ടുവന്ന് അദ്ദേഹം മരിച്ചുപോയി. കണ്ണൂരുള്ള താണക്കുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം തലശ്ശേരി വെച്ച് എന്നെ കാണുന്നു. അദ്ദേഹം പറയുന്നൊരു സംഗതി, ഞങ്ങൾ ജിദ്ദയിലുള്ള ഒരു കമ്മിറ്റിയാണ്, കണ്ണൂർ വെൽഫെയർ കമ്മിറ്റി. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ തുകയിൽ നിന്നും മിച്ചം വെച്ച തുകയാണിത്. ഇതാണ് നിനക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്നത്. പക്ഷെ നാളെ ഇതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിനക്ക് ലഭിച്ച സൗകര്യം മറ്റാളുകൾക്ക് കൊടുക്കാൻ നീ ഉണ്ടാവണം. ഇത് മാത്രമാണ് അവരെന്നോട് പറഞ്ഞു വെച്ചൊരു സംഗതി. അപ്പോൾ ഇങ്ങനെ പലരോടും കമ്മിറ്റഡാണ്. ജീവിതം എന്ന് പറയുന്നത് പലരുടെ ഔദാര്യം എന്ന് പറയാവോ, പലരും കണ്ടത് ഇത് ബാധ്യതയായിട്ടായിരിക്കും. ആ ബാധ്യതയിൽ നിന്ന് വന്ന ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ ചുറ്റുപാടിനോട് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായത് അപ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തിറങ്ങുന്നു. ഞാൻ പാലിയേറ്റീവിൻ്റെ കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് കഴിയുമ്പോഴാണ് പേരാമ്പ്ര എന്നുള്ളൊരു ടീം കോഴിക്കോട് വന്നിട്ട് ഒരു ജൂനിയർ ഡോക്ടർ വേണമെന്ന് പറയുന്നത്. ഞാനല്ല ഇത് തുടങ്ങിയത്, വടകര പാലിയേറ്റീവ് തുടങ്ങിയത്. അവിടെയുള്ള ഒരു 6 പേര്, ഡോക്ടർ വിനോദിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള 6 പേര് വരുന്നു. അവിടെ വന്നപ്പോൾ അവർ ദയ പാലിയേറ്റീവ്, അവർ ഏറ്റവും ജൂനിയറായിട്ടുള്ള ഞാനാണ്. എന്നെ കൂട്ടിക്കോ പറയുന്നു. രാജഗോപാൽ സാർ എൻ്റെ അടുത്തേക്ക് വരുന്നു. ശരി എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെയാണ് പാലിയേറ്റീവ് കോഴ്സ് ചെയ്യുന്നു. പിന്നെ പുറത്തിറങ്ങുന്നു. പകൽ പാലിയേറ്റീവിൻ്റെ പണിക്ക് പോകും, രാത്രിയിൽ ആർമോ പണിയെടുക്കും. അപ്പം എനിക്കുള്ള വകുപ്പ് അങ്ങനെ കിട്ടും. കാരണം വലിയ പ്രതീക്ഷയാണ് വീട്ടിൽ എന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ട് അവരൊക്കെ അലൈൻഡായിരുന്നു ഇത്തരമൊരു സംഗതിയോട്. കുടുംബം മുഴുവൻ അലൈൻഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയും കൺഫ്യൂഷനില്ല. എല്ലാവരും ഈ കയ്യിലുള്ളത് ഒന്നും ബാക്കി വെക്കരുതൊക്കെ വീതിച്ചു കൊടുത്തേ പറ്റൂ എന്ന് പറയുന്ന പാരൻസ് ആയതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ എവിടെയും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയാണ് പുറത്തിറങ്ങുന്നു, പാലിയേറ്റീവിലേക്ക് തുടങ്ങുന്നു. പിന്നീട് ഉണ്ടായത് മുഴുവൻ ഞാൻ ചിലപ്പോഴും പറയും, ഇതിനിപ്പോൾ
ചില കാഴ്ചകൾ എന്നെ ദൈവം കൊണ്ടുവന്ന് കാണിച്ചു തരും. ആ കാഴ്ചകൾ കാണിച്ചു തരുമ്പോൾ തന്നെ ഉള്ളിൽ എന്നോട് പറയുന്നത് പോലെ ഉണ്ടാവും, നിൻ്റെ ജീവിത വിജയത്തിന് വേണമെങ്കിൽ ഇടപെട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞാനൊരു നല്ല ദൈവവിശ്വാസിയാണ്. ദൈവം എന്നത് എനിക്കെപ്പോഴും കാരണം ഒരു അസ്തിത്വമുണ്ട്. ഇല്ലാതെ എനിക്കിങ്ങനെ ഒരു സംഗതിയും അല്ലാത്ത ആളുകൾക്ക് മറ്റൊരു സംഗതിയും, ഞാൻ എൻ്റെ വെൽത്ത്, ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ പ്രയാസങ്ങൾ, ഇതിലൊന്നും നമുക്ക് മറുപടി ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അത്തരമൊരു സ്ഥലം, പക്ഷേ ഒരു മതം വെച്ച് വേർതിരിക്കാവുന്ന ഒരാളും അല്ല ഞാൻ. ദൈവം എന്നുള്ളൊരു അസ്തിത്വം മനുഷ്യരങ്ങനെ അത്തരമൊരു സംഗതിയിൽ വേർതിരിക്കാതെ ഈ കിട്ടിയ വെൽത്ത് ആളുകളുടെ മുന്നിലേക്ക്, അപ്പോൾ ചില കാഴ്ചകളിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചപ്പോഴാണ് ഈ പറയുന്നൊരു കൂട്ടായ്മ ഉണ്ടാകുന്നത്. 2002 പാലിയേറ്റീവിൽ ഇറങ്ങുന്നത്, 2008 തണലുണ്ടാവുന്നത്. 2002 മുതലേ ഉണ്ടായൊരു സംഗതിയാണ് ദയാ പാലിയേറ്റീവ്, വടകര വെച്ച് തുടങ്ങി. അങ്ങനെയാണ് ഈ തണലിനെയും വടകര ഒരു അഡ്രസ്സ് വരുന്നത്. ഈ അനിതയെ തേടി പിന്നെ പോയോ? ഇല്ല, പോവാനുള്ള അതൊക്കെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. പോയിട്ട് എന്ത് എന്നുള്ളൊരു ചില കാഴ്ചകൾ, ചില ഫേസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പിന്നീട് ഉണ്ടായിരുന്ന സംഗതിയിലൊക്കെ തന്നെ ചിലത് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് പോകാൻ മനസ്സനുവദിക്കില്ല. കാരണം ഞാനിപ്പോൾ അനിതയെ കണ്ടു വിചാരിക്കും, എൻ്റെ മുമ്പിൽ ഓപ്ഷനല്ല. പക്ഷെ എന്നാലും അനിതയെ കാണുന്നത് ഒരു മാനുഷികല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയുമില്ല. മറ്റൊരിക്കൽ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നന്ദിയിലുള്ള ഒരു അമ്മയെ ചികിത്സിച്ചത്. അതെ, അതാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ തണലിലേക്ക് എത്താനുണ്ടായിരുന്ന കാരണം നന്ദിയിലുള്ള അമ്മയൊക്കെയായിരുന്നു. പിന്നീടാണ് അത് അവരിലേക്ക് എത്തിയത്. ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, പാലിയേറ്റീവ് മോർണിംഗിൽ ഈ ഒരു സംഗതിയും കഴിയുന്നു, ഈവനിങ്ങിൽ അവിടെ ആർഎംഒ പണിയെടുക്കുന്ന ഒരു സമയത്താണ്. ഒരു ദിവസം ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ശ്രീനിവാസൻ ഡോക്ടറാണ്, വളരെ സാത്വികനായ ഇത്തരം സംഗതിയോടൊക്കെ ഭയങ്കരമായിട്ട് ഒരു ബന്ധമുള്ള ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട്, നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ മോളിൽ അഡ്മിറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മറുപടിയൊക്കെ അതിൻ്റെ അർത്ഥമൊക്കെ വളരെ ക്ലിയറാണ്. അപ്പോൾ ശരി സാറെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോയി, 6 മണിക്ക് അവിടെ പോയി. മുറിയിൽ ഇപ്പോൾ എത്തിയ സമയത്ത് ഒരു അമ്മ അവിടെ കിടക്കുക, ബൈസ്റ്റാൻഡേഴ്സ് ആരുമില്ല. ഒരു മുറി, ഡോക്ടർ ഇതിലൊക്കെ ഭയങ്കര ഉഷാറാണ്, റൂംസ് കുറേ പാലിയേറ്റീവിന് മാറ്റി വെക്കും. അമ്മേനോട് കഥയൊക്കെ ചോദിച്ചു, എന്തൊക്കെ ഞാൻ പോയി തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ താഴത്തെ എൻ്റെ പണിയൊക്കെ തീർത്ത് ഒരു 8-9 മണിയാകുമ്പോൾ പിന്നെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ സ്ഥാനം അന്ന് കാലത്താണ് അമ്മ ശ്രീനിവാസൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്. ഡോക്ടർ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അന്നനാളത്തിൽ ക്യാൻസർ ഉണ്ട്, പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയില്ല, വെറുതെ മറ്റൊരു ചികിത്സക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് കരുതിയിട്ട് അവർ അഡ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതായത് അന്നനാളത്തിന് ക്യാൻസർ. അമ്മ പറഞ്ഞു, ഒരു തുള്ളി വെള്ളം ഇറക്കുമ്പോഴേക്ക് അതിൻ്റെ 10 മടങ്ങ് തിരിച്ചു പോരുന്ന ഒരവസ്ഥയും, ഒന്നും അകത്തേക്ക് കഴിക്കാനാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കുറേ സങ്കടം പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞു, നെഞ്ചും കൂടിനുള്ളെന്ന് ഒരു അതിശക്തമായ വേദന, മിന്നൽ വരുന്ന പോലെ വരുന്നുണ്ട്, പെയിൻ്റെ ആരംഭം. അപ്പോൾ എൻ്റെ ഈ പ്രാക്ടിക്കൽ ഇഷ്യൂ വെച്ചാൽ വേദനക്ക് മരുന്ന് കൊടുക്കാം, പക്ഷേ ഇതകത്തെത്തണ്ടേ, ഇതകത്തേക്ക് പോവില്ലല്ലോ, അതിന് നേരെ നടുവിലാണല്ലോ ഈ ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പം ആകെയുള്ളൊരു വഴി, നാളെ ഇത് കംപ്ലീറ്റ് അടയുന്നതിന് മുമ്പ് ഇപ്പോഴൊരു മൂക്കിലൂടെ ഒരു റൈൽസ് ട്യൂബ് കുത്തിക്കയറ്റി അത് വയറ്റിലെത്തി അതിലൂടെ വെള്ളം ഒഴിക്കാം, മരുന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നാളെ അത് കംപ്ലീറ്റ് അടയും. ഇന്നത്തെ പോലെ അല്ല, അന്ന് കുറേ എക്സ്ട്രാ സൗകര്യങ്ങളൊക്കെ കുറഞ്ഞ ഒരു കാലത്ത്. അപ്പം എല്ലാം ഈ സൂക്കേട് അറിഞ്ഞുകൂടാത്ത, ഇന്ന് വരെ ഇത് ആലോചിക്കാത്ത ഈ അമ്മേൻ്റെ അടുത്ത് പോയിട്ടാണ് മൂക്കിലൂടെ ട്യൂബ് കുത്തിക്കയറ്റേണ്ടതിൻ്റെ ആവശ്യകത പറയേണ്ടത്. ഞാൻ മെല്ലെ ആ കട്ടിലിരുന്നു. അപ്പോഴും അമ്മ ഒറ്റക്കാണേ, ആരുമില്ലാത്ത എന്തെന്നൊക്കെ ചോദിച്ചപ്പോൾ ആരുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് ഡെപ്തിൽ ഞാൻ പോയില്ല. ഇവരോട് ഇങ്ങനെ ട്യൂബ് ഇട്ടാലുള്ള ഗുണവും ട്യൂബ് ഇട്ടില്ലെങ്കിൽ നാളെ സംഭവിക്കാവുന്ന ഒരു വിഷയം എൻ്റേതായ ഭാഷയിലും അല്ല, പതുക്കല്ലേ ആവശ്യത്തിനല്ലേ പറഞ്ഞു വിടും, ഇതപ്പുറത്തേക്ക് പറഞ്ഞ് പേടിപ്പിക്കാനും കഴിയില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞവരെല്ലാം അമ്മ മൂളിക്കെട്ടുവേ. അവസാനം ഞാൻ എൻ്റെ കൈ അവരെ കയ്യിലുണ്ടായിരുന്നു. അമ്മ എൻ്റെ കൈ ഒന്ന് മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, അതുവരെ സാറേന്നായിരുന്നു എന്നെ വിളിച്ചത്. ആ അമ്മ പറഞ്ഞു, മോനെ, അപ്പോഴും ഞാൻ ഞെട്ടി, മോന് വേണമെങ്കിൽ ട്യൂബ് ഇട്ടുതരാൻ പറ്റും, ഈ ട്യൂബിലൂടെ ആരാ വെള്ളം വെച്ചുതരാമെന്ന് ചോദിച്ചു. ഞാനങ്ങോട്ട് ഞെട്ടിയൊരു സാധനമല്ലേ. അമ്മയോട് ഞാൻ ചോദിച്ചു, അപ്പോൾ വീട്ടിലാരും ഇല്ലേ, ഭർത്താവുണ്ട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞു, അതാണ് മോനെ, മൂപ്പര് 10 കൊല്ലമായി വീണ് കിടക്കുക, നട്ടെല്ല് തകർന്ന് കഴുത്തിന് താഴ്പോട്ട് കംപ്ലീറ്റ് തളർന്ന് കിടക്കുകയാണ്, 10 വർഷത്തിൻ്റെ മേലെ, മക്കളില്ല വെച്ചില്ല, ആരുമില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്ത് രൂപ. പിന്നെ അവസാനം നേരെ ഇറങ്ങി ശ്രീനിവാസൻ ഡോക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് തൽക്കാലത്തേക്കുള്ള പൊടിക്കൈകളൊക്കെ ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് ഇത് തുറന്നു കിട്ടാനുള്ള ഒരു വകുപ്പൊക്കെ ഉണ്ടാക്കി. അപ്പോഴും ഈ അമ്മ നിൽക്കാൻ തയ്യാറായില്ല, അച്ഛൻ ഒറ്റക്കാണെന്ന് പറഞ്ഞിട്ട്, കംപ്ലീറ്റ് തളർന്ന് കിടക്കല്ലേ. അപ്പോൾ ശരിയെന്നൊക്കെ പറഞ്ഞ് അവരെ ഡിസ്ചാർജ് ചെയ്തു.
അപ്പം എന്തായാലും അമ്മക്കൊരു ഒരു മാസത്തിലധികം പോവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അമ്മ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാനേതായാലും വീട്ടിൽ വരാം, ഹോം കെയർ വന്നിട്ട് അച്ഛൻ്റെ മൂത്രത്തിൽ ട്യൂബ്, കാരണം ഇപ്പം ഇവരെക്കാൾ ഇനി നോക്കേണ്ടത് അയാളല്ലേ, അയാൾക്ക് ജീവിക്കണ്ടേ, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി, ശരി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ആഴ്ച ഒരു സാറ്റർഡേ നമ്മൾ ഹോം കെയർ പോകുന്ന അന്നൊരു ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഹോം കെയർ ദിവസം, ഒരു ഈവനിങ്ങിൽ രാത്രി ആയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നൊരു 8 മണിയൊക്കെ കഴിഞ്ഞ ഒരു സമയത്താണ് പോയത്. 2-3 അത്ഭുതം അവിടെ ഉണ്ടായി. ഈ ആ വഴിയിൽ ഒരു ഗ്രാമപ്രദേശമാണ് അത്. അവരെ അവസാനം തപ്പിപ്പിടിച്ച് ആ അമ്മേൻ്റെ വീടെത്തിയ സമയത്ത് ഒന്നുമില്ലാത്ത ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു സാധാരണ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഗതി. ഉള്ളിൽ ഈ മണ്ണെണ്ണ വിളക്കുമായിട്ട് ഈ അമ്മേനോട് വർത്താനം പറഞ്ഞ ആളെവിടെയെന്ന് ചോദിച്ചു, വാന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ എന്തോ ഒരു സിസ്റ്റം അങ്ങനെയാണ്, ഒരു വീട്, അതിൻ്റെ പുറത്ത് ഇങ്ങനെ കുഞ്ഞു ചായ്പ്, പുറത്തുകൂടെ അമ്മ ഈ മുനിഞ്ഞ് കത്തുന്ന ഈ ഇതും വെച്ച്, പുറകിൽ ഞങ്ങൾ കുറേ പേരായിട്ട് 3-4 പേരുണ്ടാവും. നേരെ അമ്മ പറഞ്ഞ വഴിയിലൂടെ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ഇങ്ങനെ വല്ലാണ്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. നേരെ എത്തിയത് ഒരു കൊച്ചു ചായ്പ്, ആടിനെയും പശുവിനൊക്കെ കെട്ടുന്ന ഒരു ചായ്പില്ലേ, മുകളിൽ തുണിയും സൈഡിൽ ഓലയും ഒക്കെ മറച്ചിട്ടുള്ള ഒരു കൊച്ചു ചായ്പ്. ആ ചായ്പിൻ്റെ ഉള്ളിലാണ് ഒരു ബെഞ്ചിൽ ഒരു മനുഷ്യക്കോല ഇങ്ങനെ കിടക്കുക. അതിൻ്റെ പുറത്ത് ഒരു ചെറിയ ഇദ്ദേഹം പാസ് ചെയ്യുന്ന മൂത്രം പോകാൻ വേണ്ടി ചെറിയ ചാല്, ആ ചാല് നേരെ പുറത്തേക്ക്, അതിന് വേണ്ടിയിട്ടാണ് അവിടെ ആക്കിയത്. ഡയപ്പറോ സാധനം എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്തൊരു സംഗതിയല്ലേ. ഇദ്ദേഹത്തിന് കുറേ ഓപ്പണിങ്സാണ് ആകില്ല. ഞാനിങ്ങോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു അന്തം വിട്ട് നിൽക്കുന്നൊരു കാഴ്ച ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടില്ല കേട്ടോ. അന്ന് വരെ കണ്ടില്ല, അതിന് ശേഷം ഇന്ന് വരെ കണ്ടില്ല, ഇനി ഉണ്ടാവാനും പാടില്ല. അത് മുഖം ആക്റ്റീവാണ്, കവിളൊക്കെ നന്നായി ഒട്ടിയിട്ടുണ്ട്, ഒരു കണ്ണിന്ന് ഈ ഉറുമ്പരിച്ച് പഴുപ്പ് പുറത്തൊക്കെ വരുന്നു, മറുകണ്ണ് അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ണുകൊണ്ട് ഇയാൾ എന്തോന്ന് കാണുന്നുണ്ട്, കുറേ ഓപ്പണിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. നാവുണ്ട്, മലവും മൂത്രമൊക്കെ അവിടെ തന്നെ പോവും. ഈ അമ്മ വെള്ളമടിച്ച് കളയാത്ര, അപ്പോൾ അത് ആ ചാലിലൂടെ പുറത്തൊക്കെ എത്തും. ഇതാണ് ഇവിടുത്തെ ഒരു, കാരണം നമുക്കും വയ്യാലോ, ആയ കാലത്തൊക്കെ നന്നായി നോക്കിയിട്ടുണ്ടാവുമല്ലോ. വേറൊരു വലിയ ഗർത്തം, ശരീരത്തിൻ്റെ എല്ലുകൾ മുഴുവൻ എണ്ണിയെടുക്കാവുന്ന അവസ്ഥ, കാലിൽ പാദം കംപ്ലീറ്റ് ഉറുമ്പരിച്ച് പോയിട്ടുണ്ട്. എന്തൊരു കാഴ്ചയെന്നറിയോ, ഞാൻ കണ്ടില്ല ഇന്നുവരെയൊക്കെ അങ്ങനെ ഒരു കാഴ്ച. ഇവർക്ക് ഈ ആൾക്കാണ് നമ്മൾ ട്യൂബ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയത്. പിന്നൊരു സാധനം ഉണ്ടായത്. അപ്പോൾ ഈ മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇയാൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ നടക്കണുണ്ട് എന്നുള്ളത്. ഒരു 3/4 മണിക്കൂർ നേരം ഇതെന്തൊരു കാഴ്ച വെച്ച് ഇങ്ങനെ പകച്ച് നിൽക്കുന്നതിനിടയിൽ ഇയാളുടെ കുഴഞ്ഞ നാവ് കൊണ്ട് ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ അമ്മേൻ്റെ റിപ്ലൈ ഉണ്ടല്ലോ, ഈ മാധവിയമ്മയുടെ റിപ്ലൈയിൽ നമുക്ക് മനസ്സിലായി ഇയാൾ തെറി വിളിക്കുകയാണെന്നുള്ളത്. അങ്ങനെയാണ് ഇവർ തിരിച്ചു പറയുന്നത്, അയ്യോ പറയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ ഭാഷ അതുപോലെയാണ്. ഇവരങ്ങോട്ടും അങ്ങനെ പറയുന്നത്, ഇവർ തമ്മിൽ കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പം ആ തിരിച്ചറിവണി യഥാർത്ഥത്തിൽ അയാൾ വിളിച്ചത്. ഇതിൻ്റെ ഇടയിൽ അമ്മ ഒരു വർത്തമാനം പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ 4 ദിവസം ഈ അമ്മ അവിടെ അഡ്മിറ്റ് ആയിരുന്നല്ലോ. ഒരു തുള്ളി വെള്ളം 4 ദിവസം ഒരാൾ പോലും കൊണ്ടുകൊടുത്തില്ല അത്രേ. ഇവർക്ക് മക്കളുണ്ടായിരുന്നു ഇല്ല. ഇവരങ്ങനെ ജീവിച്ച മനുഷ്യർ എന്തേ റീസൺ എന്നൊക്കെ ഈ അങ്ങനെ പോണ. അപ്പോൾ അവരുടെ മലവും മൂത്രമൊക്കെ ഒരു 4 ദിവസം ഒരു മനുഷ്യൻ ജീവിച്ചു എന്ന് അന്ന് എനിക്ക് അത്ഭുതമായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായി അതൊരു അത്ഭുതത്തിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സംഗതിയാണ് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ അയാൾ തെറി വിളിച്ച ആരെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ചുറ്റുപാടിനെ അയാൾ തെറി വിളിച്ചത്. 2 കാലൊക്കെ ആക്റ്റീവായി, കൈ ആക്റ്റീവായി, ആ അസ്വസ്ഥതയിൽ ഈ പറയുന്ന നാടിനെ മുഴുവൻ, ആ സമൂഹത്തെ, ഞാനടക്കമുള്ള സമൂഹത്തെ വിളിച്ച ഒരു സംഗതിയായിരിക്കുമല്ലോ അത്. അതായിരുന്നു തിരിച്ചറിവ്. അന്നും ആലോചിച്ചു, ഈ അനിതായി, മാധവിയമ്മയുടെ ആയി. അമ്മ 1 മാസം കൊണ്ട് തന്നെ മരിച്ചു. അമ്മ മരിച്ചു അല്ല അമ്മ 2002-03 അല്ലേ അന്ന് അമ്മ മരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ ആക്റ്റീവായിട്ട് വന്നു, ഇയാളെ കുളിപ്പിക്കാനും അതിനൊക്കെയുള്ള പാലിയേറ്റീവരൊക്കെ സജീവമായിട്ട് വന്നു. 1 മാസം കൊണ്ട് അദ്ദേഹം മരിച്ചു. 10 വർഷം അമ്മയുടെ ട്രീറ്റ്മെൻറ്റിൽ കിടന്ന. പക്ഷേ അപ്പോഴും ഞാൻ അന്വേഷിച്ച മുഴുവൻ ഇങ്ങനെ കിടക്കുന്ന മനുഷ്യരെ താമസിപ്പിക്കാനുള്ളൊരു കേന്ദ്രം ഉണ്ടോ എന്നായിരുന്നു അന്വേഷിച്ചത്. എവിടെയും കിട്ടിയില്ല. ഇങ്ങനെ കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഇവർക്കൊരു മെഡിക്കൽ കെയർ വേണം, ഇവരുടെ ബാക്കിയുള്ള സംഗതികൾ കിട്ടണം. വെറും ഒരു ഓൾഡ് ഏജ് ഹോം എന്നതിനപ്പുറത്തേക്ക് ഈ അർത്ഥത്തിലുള്ള ചികിത്സ കൊടുക്കേണ്ട ആളുകളെ താമസിപ്പിക്കാനുള്ള കേന്ദ്രം അന്വേഷിച്ചു. എവിടെയും കിട്ടിയില്ല. ഇദ്ദേഹവും മരിച്ചു. കാലം അങ്ങനെ അങ്ങോട്ട് വീണ്ടും പോയി. അങ്ങനെയാണ് അവസാനം ആരും ചെയ്യാനില്ല എന്നായപ്പോൾ 2008 മാഹിയിൽ വെച്ചിട്ട് നമ്മൾ തന്നെ തുടങ്ങുന്നത്. അതിന് നമ്മൾ തണൽ എന്നുള്ള പേര് വിട്ടു. ആ പേരെങ്ങനെയാണ് വന്നത്? അത് സൗദിയിലായിരുന്നു. അന്ന് ഇടക്കാലത്ത് ഞാൻ കുറച്ചു കാലം സൗദി അറേബ്യയിലെ ജോലി, തായിഫിലായിരുന്നു എനിക്ക് ജോലി. അപ്പം
ആ 2 ദിവസം വ്യാഴം വെള്ളി ലീവായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കറങ്ങും. പാലിയേറ്റീവിൻ്റെ കുറേ കടമുണ്ടായിരുന്നു. ഇത്തരമൊരു പ്രോസസ്സ് പങ്കുവെക്കും. അങ്ങനെ പങ്കുവെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജിദ്ദയിലുണ്ടായിരുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് അവിടെ നിന്നാണ് തണൽ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇതിന് സലീം ക പറഞ്ഞ മൂപ്പരാണ് നമ്മൾ പറയുക ഇതിൻ്റെ ഫൗണ്ടർന്ന്. മൂപ്പരാണ് അതിന് തണൽ എന്നുള്ള പേര്. യഥാർത്ഥത്തിൽ ഇത് ദയാണ്. ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ 2007 അത് രജിസ്റ്റർ ചെയ്യുന്നത്. 2008 ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് മാത്രം കൊടുത്ത പേരാണ് തണൽ. പിന്നീട് ദയ താഴോട്ട് പോവുകയും ആളുകളെ അറിയാതാവുകയും ലീഗൽ പേര് മാത്രം ദയാവുകയും ബാക്കി എല്ലാത്തിനും പിന്നെ തണൽ തന്നെ പറഞ്ഞ് തണലായത്. ഇപ്പോൾ തണൽ 20-ലേറെ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപക്ഷെ സാധാരണ മനുഷ്യൻ ചിന്തിക്കാത്ത ഈ ലോകത്ത് അത്തരം മനുഷ്യർ കൂടി ഉണ്ടെന്ന് തോന്നുന്ന ഒരവസ്ഥ. അത് ഏതൊക്കെയാണ്? ഭിന്നശേഷിയുണ്ട്, കിടപ്പ് രോഗികൾ. അത് നമ്മുടെ 21 സംഗതി പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനം ഷെൽട്ടറാണല്ലോ. പിന്നീട് ഉണ്ടായത് മുഴുവൻ ഇതേതോ അർത്ഥത്തിൽ ഒരു സംഗതി ഉണ്ടാക്കിയതല്ല. ഞാനെപ്പോഴും പറയും ദൈവം തമ്പുരാനാണ് ഇതിൻ്റെ ചെയർമാൻ. മുകളിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരുന്നു. ചില കാഴ്ചകൾ കാണുമ്പോഴേക്ക് ഇത്ര പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്, ഇടപെടാൻ വേണ്ടി പറ്റും എന്നുള്ളത് കാണിച്ചു തരുന്നു. ഇടപെട്ട് തുടങ്ങുമ്പോൾ അതിനെ അതിസുന്ദരമായിട്ട് വിജയിപ്പിക്കുന്നു. അതൊരു കമ്മ്യൂണിറ്റി മോഡൽ എന്നുള്ളതിൽ പൊതുസമൂഹം മുഴുവൻ, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പൊതുസമൂഹം മുഴുവൻ ഇതിൻ്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോണതാണ്. വടകരയിൽ പണ്ട് ബക്കറ്റ് പിരിവ് നടത്തുമ്പോൾ ഒരു യാചകൻ തൻ്റെ കയ്യിലുള്ള മുഴുവൻ ബക്കറ്റിലേക്ക് നിക്ഷേപിച്ചു. അതായത് കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഞാനല്ല എന്ന് പറയാനുള്ള റീസൺ അതാ. ഈ 2008 പാലിയേറ്റീവ് ആരംഭിച്ചല്ലോ. ആദ്യത്തെ ഒരു സംഗതി വന്നത് തന്നെ അത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. നമ്മൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. കുറേ ആളുകൾ കയ്യിലുള്ളതിനെ നഷ്ടപ്പെടുത്തി. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചങ്ങാതി പറഞ്ഞു, എൻ്റെ തറവാട് ഞാൻ വിലക്ക് വാങ്ങിക്കും. ഒരു മിഡിൽ ക്ലാസ് ചങ്ങാതി, എൻ്റെ തറവാട് ഞാൻ വിലക്ക് വാങ്ങിക്കാം, അത് തണലിന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷെൽട്ടർ കിട്ടി. കാശില്ലല്ലോ. അപ്പോൾ മറ്റൊരു ചങ്ങാതി പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമൊക്കെ കൂടി അവിടെ വന്നിട്ട് മേലെ താമസിക്കാം, താഴത്ത് ഇവരെയും താമസിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഉമ്മ അവനോട് ചോദിച്ചു, ഈ വീട് വയനാട്ടിലാണ് വീട്, അത് പൊളിഞ്ഞു പോകില്ലേ നോക്കാതിരുന്നാലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തിരിച്ചവരോട് പറഞ്ഞു, അതിനേക്കാൾ വലിയ വീട് നമുക്ക് വേറെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ടുവന്നു. ആ ഉമ്മയും വാപ്പയൊക്കെ അവിടെ തന്നെയാണ് പിന്നീട് മരണപ്പെടുന്നത്. അങ്ങനെ ഒരു കുടുംബ അന്തരീക്ഷം ആവണമെന്ന് നിർബന്ധമായിരുന്നു. കാരണം ഇവരൊരു അന്ന് മുതലേ ചെയ്തൊരു പണിയാണ്. ഇന്നിപ്പോൾ വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിൽ കുറേയേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും അതിൻ്റെ അന്നത്തെ ഒരു ആത്മാവ് പറയുന്നത് ഇവരെ ഒരു വീട്ടിൽ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് നമ്മൾ എന്ത് കെയർ കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക, അതുപോലെ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് അങ്ങനെ മാഹിയിൽ അത് കൊണ്ടുവരുന്നത്. ആദ്യത്തെ വന്ന മുഴുവൻ ആളുകളും ഓരോ അർത്ഥത്തിൽ ഇതിൻ്റെ കഥകളും വിഷയങ്ങളും ഓരോ ആളുകളും പറഞ്ഞ കഥകളാണ് പിന്നീട് ഇതിനെ വളർത്തിയത്. ആദ്യത്തെ വന്ന ആൾ തന്നെ ബാംഗ്ലൂരിൽ നിന്നാണ് ഒരാൾ വന്നത്. ഒരു കാല് മുറിച്ച് അവിടെയുള്ള കുടുംബം ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കണ്ണൂരേക്ക് കയറ്റി, കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഇയാൾ ഒറ്റക്കിറങ്ങി ഒരു കാല് മാത്രം വെച്ച് തവള ചാടണ പോലെ ചാടി ജീവിതത്തിൽ അനുഭവിച്ച മുഴുവൻ കയ്പ്പ് കണ്ണൂരുണ്ടായിരുന്ന കുടുംബ വീട് ഒരു ഓട്ടോക്കാരനോട് പറഞ്ഞു കൊടുത്തു. അയാൾ അവിടെ കൊണ്ട് ചെന്നാക്കിയപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വരെ നോക്കാത്ത ആളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പുറത്താക്കി. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ഫസ്റ്റ് ഇൻമേറ്റിനെ വേണ്ടത്. സ്പോട്ടിൽ അയാളെ നമ്മൾ എടുക്കുന്നു, കൂടെ കൊണ്ടുപോകുന്നു. പക്ഷെ ഒരു തിരിച്ചറിവുണ്ടായെന്ന് വെച്ചാൽ അന്ന് മുതലുണ്ടായ ഒരു സംഗതി, ഈ ഒരു പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത് ഇതിൻ്റെ വോളണ്ടിയേഴ്സ്. ഈ ഞാൻ പറഞ്ഞല്ലോ വയനാട്ടിൽ നിന്ന് വന്ന പയ്യൻ, ഇവനെന്ന് എന്നെ വിളിക്കുമായിരുന്നു ഓരോരോ സംഗതി പുതിയ വന്ന ആളുകളുടെ. അപ്പോൾ ഞാനന്ന് കർണാടകയിൽ എൻ്റെ MD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം 2008 ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഈ പറയുന്ന പ്രോസസ്സിനിടയിലാണ് 9 to 12 ഞാൻ MD ചെയ്യുന്നത്. MD ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ കഥകൾ ഇങ്ങനെ കേൾക്കും. ഒരു ദിവസം വിളിച്ചപ്പോൾ നല്ല ഒരു പോസിറ്റീവ് ഒരു സാധനം പറഞ്ഞു. ഒരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം വളരെ ഇദ്ദേഹം വളരെ മാറ്റമുണ്ട്. മൂപ്പര് ഭയങ്കര നെഗറ്റീവായിരുന്നു. അവിടെ വന്ന പോലെ ആരോടും, കാരണം ജീവിതത്തിൽ അനുഭവിച്ചതൊക്കെ നെഗറ്റീവല്ലേ, ഈ ആളുകളോട് നെഗറ്റീവായിരുന്നു. കുറേ നല്ല മാറ്റം ഉണ്ടായി മൂപ്പരിക്കുന്നത്. അപ്പോൾ ഞാനും ഹാപ്പിയായി, അവനും ഹാപ്പിയായി. പിന്നെ ബാക്കി കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇയാൾ വിളിച്ച് പറഞ്ഞു, ഇന്നൊരു വല്ലാത്ത സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്താ ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞില്ല ഇയാൾക്ക് മാറ്റം ഉണ്ടായി. അതെന്താ വെച്ചാൽ എന്നും ഞാൻ ഇയാൾക്ക് ചായ കൊടുത്താൽ ഇത് വിശ്വസിച്ചേ പറ്റൂ കേട്ടോ, എന്നും ഞാൻ ഇയാൾക്ക് ചായ കൊടുത്താൽ ഇയാൾ തിരിച്ചെന്നോട് പറയും, എന്നെ വിളിക്കും, ആ ഗ്ലാസ് തന്ന് നീ ഈ ഇതിൽ ചായ കൊണ്ടുവന്നിട്ട് ഇവിടെ എൻ്റെ മുന്നിൽ നിന്ന് കുടിക്കണേ എന്ന് പറയും. ഭയങ്കര പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു, കാരണം ഭയങ്കര നെഗറ്റീവായിരുന്ന ഒരാൾ മാറുന്നതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു. മനുഷ്യനെങ്ങനെയാണെന്നുള്ളൊരു സാധനത്തിലാണ്.
അപ്പം 4 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു, ഡോക്ടർ ഇന്നൊരു ഭയങ്കര സാധനമാണ്. ഞാൻ എന്തായിരുന്നു പറഞ്ഞു, ഇന്നും അയാൾ എനിക്ക് ചായ ഗ്ലാസ് തന്നു. ഞാൻ അതുകൊണ്ട് അടുക്കളയിൽ പോകുമ്പോഴേക്ക് എൻ്റെ ഇക്ക ഓടി വന്ന്, കാരണം ഇവൻ്റെ കുടുംബം മുഴുവൻ അവിടെ ഉണ്ടല്ലോ, ഇവനും കൂടി ആയിരുന്നു നോക്കാനുണ്ടായിരുന്നത്. ഇക്ക ഓടി വന്ന് പറഞ്ഞു, നിൽക്ക് എന്ന് പറഞ്ഞു. എന്താ സംഗതി വെച്ചപ്പോൾ ഇദ്ദേഹം കാണാത്രേ, ഇയാൾ ചായ കുടിക്കുന്നു. മനുഷ്യൻ്റെ ഒരു സാധനമാണ്. എനിക്ക് അതല്ല കേട്ടോ എൻ്റെ വിഷയം, മറ്റേതാണ്, വോളണ്ടിയറാണ്. ഇയാൾ ചായ കുടിക്കാത്രേ. ചായ കുടിച്ച് കഴിഞ്ഞു, ലാസ്റ്റത്തെ വാക്കുണ്ടാവില്ലേ, അത് ചുമരിലേക്ക് അയാൾ ഒഴിച്ചു. അയാൾ ആ ഗ്ലാസ് നേരെ ഈ ലുങ്കിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ യൂറിന് ട്യൂബുണ്ട്, കത്തീറ്ററിൻ്റെ ബാഗ് അയച്ചു. ആ ബാഗിൽ നിന്ന് അയാളുടെ മൂത്രം ഈ ചായയിലേക്ക് ഒഴിച്ചു. അതൊന്ന് നന്നായി ഇളക്കി ട്യൂബ് അടച്ചു. അതും ചുമരിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം വിളിച്ചത് ഇല്യാസേ എന്ന് വിളിച്ചത്.